The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay. See, in the previous class we discussed meaning of organizing, steps in the process of organizing and importance of organizing. I think all are clear. Today we are going to discuss the next topic, types of organization structure. Okay. See, what do you mean by organization structure? See, organization structure is the outcome of organizing process. That means the organization structure can be defined as the framework within which managerial and operating tasks are performed. See, organization structure എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? The organization structure can be defined as the framework within which managerial and operation tasks are performed. അതൊരു ഫ്രെയിം വർക്കാണ് അല്ലേ? ഒരു ഓർഗനൈസേഷനകത്ത് എന്താണ്, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. സോ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിം വർക്ക് വിതിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. Okay. See, we know that there are two types of organization structure, that is functional structure and divisional structure. Okay. See, functional structure and divisional structure. So, in that the first one, functional structure, so it is an organizational structure wherein jobs of similar nature are grouped into major function, and these major functions are organized as a separate department. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ ചെയ്യുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താ പറയുന്നത്? വേർ ജോബ്സ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ്, അല്ലേ? ഒരേപോലെയുള്ള ജോലികളെ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുകയും ഇൻ ടു മേജർ ഫങ്ഷൻ. എങ്ങനെയാണ്? മേജർ ഫങ്ഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുകയും ആൻഡ് ദീസ് മേജർ ഫങ്ഷൻസ് ആർ ഓർഗനൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ മേജർ ഫങ്ഷൻസിനെ എന്താക്കി മാറ്റുന്നു? സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. സോ ദിസ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ classifies people according to the function they perform in the organization. എന്താണ് ഇത് ചെയ്യുന്നത്? ദിസ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? പീപ്പിൾ classifies peoples according to the function they perform in the organizations. അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ ഓരോ ആളുകളും ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണോ അതിൻ്റെ ബേസിലാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഈ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ എ പേഴ്സൺ വിൽ ബി ഇൻ ചാർജ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ വ്യക്തിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്ത് കൊടുക്കും? ഇൻചാർജ് കൊടുക്കും. സോ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ വി ക്യാൻ ഹാവ് പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് എക്സെട്ര.
സോ ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ പറയുന്നത്. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ, ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്ലാസിഫൈ ദ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ഫങ്ഷൻ ദേ പെർഫോം ഇൻ ദി ഓർഗനൈസേഷൻസ്, അല്ലേ. ഓർഗനൈസേഷനിൽ അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ ബേസിൽ ഇതിനെന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. സോ അതിനുശേഷം ഓരോ പേഴ്സൺസിനും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് കൊടുക്കുന്നു, ഇൻചാർജ് കൊടുക്കുന്നു. സോ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. ഇത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഫങ്ഷണൽ സ്ട്രക്ചർ. അതിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കും. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റാഫ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ സി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ട്രക്ക് മാനുഫാക്ചറിങ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഡൽഹിയിലാണെന്ന് കരുതുക. അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഗർഗാനിലാണെന്ന് കരുതുക. ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് അറ്റ് ഫരീദാബാദ്, അല്ലേ. അതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫരീദാബാദിലാണെന്ന് കരുതുക. അപ്പോൾ മൂന്നിടത്ത് പല ഭാഗത്തായിട്ടാണ് ഇത് നടക്കുന്നത്. സോ ദ കമ്പനി മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രക്ക്. ഈ കമ്പനി ആണെങ്കിൽ പലതരത്തിലുള്ള ട്രക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ ഇൻ ദിസ് കേസ് അങ്ങനെ വരുന്ന സമയത്ത് കമ്പനി ഷുഡ് അഡോപ്റ്റ് ഏത് സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം, ഫങ്ഷണൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം. സിൻസ് ഇറ്റ് മാനുഫാക്ചർ ട്രക്സ് ഓൺലി, അല്ലേ. അത് ഒരു എന്താ പറയുക, ഒരു ട്രക്ക് മാത്രമാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഏത് സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം, ഫങ്ഷണൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം. ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണത്. ഓക്കെ, സോ ദ കമ്പനി ഹാസ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ കമ്പനിക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അത് ഗർഗാനിൽ പറഞ്ഞു. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത് എവിടെയാണ് വരിക, ഫരീദാബാദിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല ഭാഗത്തായിട്ടുണ്ട്. സോ ഹിയർ ദ സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ലാർജ് ആൻഡ് ഇറ്റ് ഹാസ് diversified activities and operations, that is purchase, production, sales, marketing, etc. അതുകൊണ്ട് require high degree of specialization. So it should be adopted what, functional structure. Okay, I think all are clear the examples of functional structure. Okay, and then next one, advantages of functional structure. Next one, advantages of functional structure. In that, the first one, the specialization. First one, what is it? Specialization. See, when the activities are grouped according to the type of function, then all activities are related to one type only. So it provides what, the specialization which makes optimal utilization of resources, optimal utilization of manpower. അതായത് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് സ്പെഷ്യലൈസേഷൻ ആണെന്ന് പറഞ്ഞു. സോ വെൻ ദ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ഫങ്ഷൻ, അല്ലേ. ഫങ്ഷൻസിൻ്റെ ബേസിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് all activities are related to one type only. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, it provide the specialization which makes the optimal utilization of manpower. മാക്സിമം എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസേഷനിലേക്ക് അത് ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷനിലേക്ക് അത് നയിക്കപ്പെടും. അതിലൂടെ എന്ത് ചെയ്യുന്നു, മാൻ പവർ പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, ഈസി സൂപ്പർവിഷൻ, അല്ലേ. സോ ദ സൂപ്പർവൈസേഴ്സ് ബിക്കം familiar with the type of task to be performed. See, the supervisors become familiar with the type of task to be performed because all tasks are related to one function only. So as a result, he can easily supervise his department. See, and the second one എന്ന് പറയുന്നത് easy supervision. So the supervisor become familiar with the type of task to be performed, അല്ലേ. ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഫെമിലിയർ ആയിരിക്കും ആര് ഈ സൂപ്പർവൈസർ. സോ ബിക്കോസ് ഓൾ ടാസ്ക് ആർ related to one
ഫംഗ്ഷൻ ഓൺലി അല്ലേ. എന്ത് ടാസ്ക് ആണെങ്കിലും അതെല്ലാം ഒറ്റ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് ഹി ക്യാൻ ഈസിലി സൂപ്പർവൈസ് ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഈസി ആയിട്ട് ഇവർക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഇൻക്രീസിങ് മാനേജീരിയൽ എഫിഷ്യൻസി. ഇൻക്രീസിങ് മാനേജീരിയൽ എഫിഷ്യൻസി. സോ മാനേജേഴ്സ് ഓഫ് വൺ ഡിപ്പാർട്ട്മെന്റ്സ് ആർ performing same type of function again and again, which makes them specialized and improve their efficiency. അല്ലേ, എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജർ ഒരേ ജോലി തന്നെ കുറേ തവണ ചെയ്യുന്ന സമയത്ത് സെയിം ടൈപ്പ് ഓഫ് ജോബ് തന്നെയാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സെയിം ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ തന്നെയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മേക്സ് ദം ടു സ്പെഷ്യലൈസ്ഡ് ആവും ആൻഡ് ഇംപ്രൂവ് ദെയർ എഫിഷ്യൻസി. അല്ലേ, അപ്പോൾ അവരുടെ എന്ത് കൂട്ടാൻ കഴിയും, എഫിഷ്യൻസി കൂട്ടാൻ കഴിയും. സോ ഇറ്റ് എൻഷുർ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് ഓൾസോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്, എഫക്റ്റീവ് ട്രെയിനിങ്. സോ these types of structure makes training of employees easier as the focus only limited range of skill. So for example, employees of production departments are given training to production techniques only. അല്ലേ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എംപ്ലോയീസിന് പ്രൊഡക്ഷൻ ടെക്നിക്സിനെ കുറിച്ചുള്ള ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് മാത്രം അവർക്ക് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ എഫക്റ്റീവ് ആയിട്ട് ട്രെയിനിങ്ങും പോസിബിൾ ആണ്, ഏത് സ്ട്രക്ചർ ആണെങ്കിൽ, ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ലോവർ കോസ്റ്റ്. സോ ടു ലീഡ്സ് ടു മിനിമം duplication of effort, which result lower cost. Okay, these are the advantages of functional structure, that is specialization, easy supervision, increasing managerial efficiency, effective training and lower cost. Okay, and then next one, disadvantages of functional structure. Disadvantages of functional structure. Okay, see in that the first one, emphasize on departmental objectives. Emphasize on departmental objectives. See, due to separation, each department head emphasize on the performance of his function and lacks emphasis on the overall objectives of the company. ഒന്നാമത്തെ എന്താ പറയുന്നത്, എംഫസിസ് ഓൺ ഡിപ്പാർട്ട്മെന്റൽ ഒബ്ജക്റ്റീവ്സ്. അല്ലേ, ഇവരെല്ലാവരും ഏതിന് മാത്രം ഒബ്ജക്റ്റീവ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണം, ഞങ്ങളുടെ അതാത് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനാണ് ഇവരെന്ത് ചെയ്യുന്നത്, കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത്. സോ ഡ്യൂ ടു അത് കാരണം എന്താ വെച്ചാൽ, ഡ്യൂ ടു ദ സെപ്പറേഷൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എംഫസൈസ് ഓൺ ദി പെർഫോമൻസ് ഓഫ് ഹിസ് ഫംഗ്ഷൻ. അവരുടെ ഫംഗ്ഷൻസ് അവരെന്ത് ചെയ്യുക, പെർഫോമൻസ് നല്ല രീതിയിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലാക്ക് ഓഫ് എംഫസൈസ് ഓൺ ദി ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി. അതങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസിനെ അത് എന്ത് ചെയ്യും, ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ വൺ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ സിൻസ് ഇൻട്രസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഫർ. അല്ലേ, അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് വേറെ രീതിയായിരിക്കും. ദർ വിൽ ബി ഇന്റർ-ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്റ്റ് which are harmful to the organizational interest. അല്ലേ, ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് ദ തേർഡ് വൺ, ഡിഫിക്കൽട്ടി ഇൻ ഇന്റർ-departmental coordination. So all department heads may work as per their own wish. അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഇത് പ്രകാരമാണ്. സോ നോ ഡൗട്ട് ദിസ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ വിത്തിൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്, ബട്ട് ഇറ്റ് മേക്സ് ഇന്റർപേഴ്സണൽ കോർഡിനേഷൻ ഡിഫിക്കൾട്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നോ ഡൗട്ട് ദിസ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ വിത്തിൻ ദി ഡിപ്പാർട്ട്മെന്റിൽ കോർഡിനേഷൻ ഉണ്ടാകും, ബട്ട് ഇറ്റ് മേക്സ് ദ ഇന്റർ-ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ഡിഫിക്കൾട്ട്. അത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് എന്താ പറയുക, ഡിഫിക്കൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. Okay, and these are the disadvantages of functional structure, that is emphasize emphasis on departmental objectives, conflict between
difficulty in interdepartmental coordination. And the next one, suitability of organization structure. ആർക്കാണ് ഈ ആർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സ്ട്രക്ചർ സ്യൂട്ടബിൾ ആവുക ചോദിച്ചാൽ, ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ലാർജ്. വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വേർ ദർ ഈസ് എ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വേർ ദർ ഈസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ റിക്വയർഡ്. കൂടുതൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള സ്ഥാപനമാണെങ്കിലും ഏതായിരിക്കും നല്ലത്? ഡിവിഷണൽ ഏത് സ്ട്രക്ചർ ആയിരിക്കും നല്ലത്? ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും നല്ലത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ അത് നമുക്ക് പേര് തന്നെ അതിനകത്തുണ്ട്. വെൻ ദ ഓർഗനൈസേഷൻ ഈസ് പ്രൊഡ്യൂസിങ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സെർവിങ് എ നമ്പർ ഓഫ് distinctive market, the divisional structure is considered more suitable. അല്ലേ? ഇപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെയുണ്ടെങ്കിൽ അത് ഫങ്ഷണൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഏത് സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും? ഡിവിഷണൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് ആൻ ഓർഗനൈസേഷണൽ ഡിസൈൻ wherein there are separate divisions for different products. ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. ഈച്ച് ഡിവിഷൻ ഹാവ് ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഫിനാൻസ് എക്സെട്ര. അത് ഓരോ ഡിവിഷനായിട്ട് ഉണ്ടായിരിക്കും. സോ ഈച്ച് ഡിവിഷണൽ ഹെഡ് ഈസ് റിക്വയർഡ് to look after all the function related to the product or market structure. Okay, so that is a divisional structure. Examples of divisional structure on the basis of product, that is managing director in that cosmetics, medicine, then garments and footwear. ഇത് ഒരു സെക്ഷനായിട്ട്. ഇതിൽ തന്നെ ഓരോന്നിനും എന്തുണ്ട്? പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, ഇങ്ങനെ ഓരോന്നിനും ഉണ്ടായിരിക്കും. അത് പ്രോഡക്റ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിവിഷണൽ സ്ട്രക്ചർ. ഇനി എക്സാമ്പിൾസ് ഫോർ ഡിവിഷണൽ സ്ട്രക്ചർ ഓൺ ദ ബേസിസ് ഓഫ് territory. So that is board of directors. In that northern division, eastern division, southern division, എക്സെട്ര. സോ ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നെങ്കിൽ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ V-Guard എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? V-Guard ഹാവ് ദ ലീഡിങ് കമ്പനി ഇൻ കേരള അല്ലേ? കേരളത്തിലെ ഒരു ലീഡിങ് കമ്പനിയാണ് V-Guard. അവരെന്ത് ചെയ്യുന്നു? ഈസ് എൻഗേജ് ഇൻ ദ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് അല്ലേ? പലതരത്തിലുള്ള ബിസിനസ് അവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? V-Guardന് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? വീഗാലാൻഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന എന്താണ് വണ്ടർല അല്ലേ? അതൊക്കെ ആരുടെ അണ്ടറിൽ വരുന്നതാണ്? V-Guard എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ, V-Guard ലിമിറ്റഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അതാണ് അവർ ഈ ഒരു V-Guard ലിമിറ്റഡ് എന്ന് പറയുന്ന ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ആണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഈച്ച് ഓഫ് ദീസ് ഹാവ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. സോ ഇൻ ദിസ് കേസ് ദ കമ്പനി ഷുഡ് അഡോപ്റ്റ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏതാ നല്ലത്? ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ദ പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ദ ഗ്രോത്ത് ആൻഡ് ദി ഫെസിലിറ്റേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് enterprises. So it promote the flexibility and initiative because each division function as an autonomous unit which leads to faster decision making. ഓരോന്നും ഓരോ ഓട്ടോണമസ് യൂണിറ്റ് ആയതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. സോ അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. ഒരേ സിമിലർ ആയിട്ട് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുന്ന അതാണെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. സോ ഹിയർ ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആർ ഗ്രൂപ്ഡ്
under one department അല്ലേ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും attention on individual product line permit the growth and facilitate the diversification of enterprises. Okay, and then second one coordination become easy. So activities like the purchase department, production department, marketing departments etc related to particular product line are integrated easily in the structure, so helps in the fixation of what responsibility. Okay, and the next one helps in the fixation of responsibility. So divisional heads are accountable for profits, isn't it? So as a revenue and cost related to different department can be easily identified and assigned to them, so it helps in the fixation of what the responsibility in case of poor performance of the division. Okay, and the next one, it promote what the flexibility and initiative. So it promote the flexibility and initiative because each division function as an autonomous unit, which leads to faster decision making. Okay, and these are the advantages of divisional structure. Product specialization, coordination become easy, helps in fixation of responsibility, it promote flexibility and initiative. Okay, and then next one, disadvantages of divisional structure. And then first one, conflict may arise among different divisions അല്ലേ ഡിഫറെൻറ്റ് ഡിവിഷൻസ് തമ്മിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മാനേജേഴ്സ് ഇൻ ഈച്ച് ഡിവിഷൻ മേ ഫോക്കസ് ഓൺ ദെയർ ഓൺ പ്രോഡക്റ്റ് ഇഗ്നറിങ് വാട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. മിക്കവാറും ഇവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിവിഷനിലുള്ള മാനേജേഴ്സും അവരുടെ ഡിവിഷനിലുള്ള ഒബ്ജക്റ്റീവ്സിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. സോ ദർ മേ ബി കോൺഫ്ലിക്റ്റ് വിത്ത് ഡിഫറെൻറ്റ് ഡിവിഷൻസ് റിഗാർഡിംഗ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രയോറിറ്റീസ് അല്ലേ. റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും തമ്മിൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യാനുള്ള കോൺഫ്ലിക്റ്റ് ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ്. And then the second one, chance of duplication. So there may be duplication of activities, so which leads to high operating cost. അതായത് there may be duplication of activities. ചിലപ്പോൾ ആക്ടിവിറ്റീസിൽ ഡ്യൂപ്ലിക്കേഷൻസ് വരാം. സോ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലേ, ഇരട്ടി പണി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചിലപ്പോൾ കൂടും. സോ ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. തേർഡ് വൺ, വാട്ട് ഈസ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്? Every division tries to display better performance, sometimes even at the cost of other divisions. അതായത് മറ്റു ഡിവിഷൻസിൻ്റെ കോസ്റ്റ് ഒന്നും നോക്കാതെ തന്നെ ഇവർ മാക്സിമം എന്ത് ചെയ്യുന്നു, ഞങ്ങളുടെ നന്നായിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു രീതി ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ദിസ് ഷോസ് വാട്ട് ദെയർ സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. അത് സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. സോ കോൺസിക്വൻ്റ്ലി ഇറ്റ് ഈസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസേൺസ് ആസ് എ ഹോൾ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് these are the main important disadvantages of divisional structure. Conflict may arising among different divisions. Second one, chance of duplication. Third one, selfish attitude. Okay, I think all are clear. Okay, next one, difference between functional structure and divisional structure. Okay, see the first one, on the basis of formation, functional structures are formed on the basis of function, but in case of divisional structure it is formed on the basis of product. Okay, and then second one, accountability in functional structure difficult to make accountable as a department are interdependent, but in case of divisional structure easy to fix accountabilities because as departments work independently. ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. സോ ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ. സോ ഇൻ കേസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ദിസ് ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ബ്രിങ്സ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ this type of structure brings product specialization. Okay, and then coordination, see, difficult for multi-product company in case of what? Functional structure. But in case of divisional structure easy because coordination is easy because all functions related to particular
product are integrated in one division. Okay. And the next one, cost. In case of functional structure, functions are not duplicated, hence economical. But in case of divisional structure, duplication of resources in various departments, so hence കോസ്റ്റ്ലി ആയിരിക്കും. മനസ്സിലായി? ഇരട്ടിപ്പണി ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വരുമ്പോൾ കോസ്റ്റ് ആയിരിക്കും. സോ ആൻഡ് ദെൻ ഫിക്സ്ഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് ഓൺ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. But in case of functional structure, but in case of divisional structure, easy to fix responsibility on particular department for performance. And then managerial development, less chance as manager become specialized in one function only. But in case of divisional structure, more chance as managers perform multi functions. And then autonomy of operation, less autonomy in case of functional structure and more autonomy in divisional structure. Okay, I think all are clear the difference between functional structure and divisional structure. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക. Okay, that's all for today. If you have any doubt, please contact me. Okay.